ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസ് ഇടാൻ പറ്റില്ല, ചില സാങ്കേതിക കാരണങ്ങളുണ്ടായിരുന്നു, ക്ഷമ ചോദിക്കുന്നു. ഇനി കണ്ടിന്യൂസ് ന്യൂസ് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ന് 315 പോയിന്റ് ഇടിവാണ് നിഫ്റ്റിയിൽ കണ്ടത്. 24,450 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 1,272 പോയിന്റ്സ് കുറഞ്ഞ് 57,783 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 399 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 57,393 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് ഇന്ന് 39 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 16,498 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 19.88 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 1,097 പോയിന്റ്സ് കുറഞ്ഞപ്പോൾ 78,918 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 6,971 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 6,030 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. കറൻറ്റ്ലിയുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് പ്രധാനമായിട്ടുള്ള കാരണം. ഈ ന്യൂസിൽ ഈ ആഴ്ചത്തെ സമ്മറി ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി എനർജി, നിഫ്റ്റി IT എന്ന സെക്ടേഴ്സ് മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അത് നിഫ്റ്റി ഓട്ടോ 290 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 27,076 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 36,319 ക്ലോസ് ചെയ്തപ്പോൾ 0.13% ഗെയിൻ കണ്ടു, 45 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 583 പോയിന്റ്സ് കുറഞ്ഞ് 26,652 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 30 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 49,970 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 61 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 14,791 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്ര 82 പോയിന്റ്സ് കുറഞ്ഞ് 9237 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 138 ക്ലോസ് ചെയ്തപ്പോൾ 11 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 7 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 1354 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ നിന്ന് 12,000 ക്ലോസ് ചെയ്തപ്പോൾ 48 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 24 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 11,787 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 22,978 ക്ലോസ് ചെയ്തപ്പോൾ 35 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 188 പോയിന്റ്സ് കുറഞ്ഞ് 9184 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി നിന്ന് 742 ക്ലോസ് ചെയ്യുന്നത് 15 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,865 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ ഹോളിഡേ ആയിരുന്നു. വെനസ്ഡേ 24,480 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,765 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ 24,450 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഈ ആഴ്ച 2.89% ഫോളോ നടത്തി 728 പോയിന്റ്സിൻ്റെ കുറവാണ് ഈ ആഴ്ച ആകെ മൺഡേ മുതൽ ഇന്ന് വരെ കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,450 നിൽക്കുമ്പോൾ 6.43% ലോസ് ആണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 1 മാർച്ചിന് 22,124 നിഫ്റ്റി ഇന്ന് 24,450 നിൽക്കുമ്പോൾ 10.51% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,136 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,804 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഭാരത് ഇലക്ട്രിക് 1.84% റാലി നടത്തി. റിലയൻസ് 1.11% റാലി നടത്തി. ONGC 0.94%, സൺ ഫാർമ 0.83%, NTPC 0.67%, ഹിൻഡാൽകോ 0.41%, ഇൻഫോസിസ് 0.20%, HCL Tech 0.19%, നെസ്ല ഇന്ത്യ 0.12% ആൻഡ് ബജാജ് ഓട്ടോ 0.12% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ICICI ബാങ്ക് 3.26% ഫോളോ കണ്ടു. ഇറ്റേണൽ 3.15% ഫോളോ നടത്തി. ശ്രീറാം ഫിനാൻസ് 3.08%, ആക്സിസ് ബാങ്ക് 2.47%, അൾട്രാടെക് സിമെന്റ് 2.45%, ഇന്റർഗ്ലോബ് ഏവിയേഷൻ 2.41%, അദാനി എന്റർപ്രൈസ് 2.36%, HDFC ബാങ്ക് 2.36%, HDFC ലൈഫ് 2.30% ആൻഡ് SBI 2.27% ഫോളോ ആണ് നടത്തിയത്. അതൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആഴ്ചത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച എല്ലാ ദിവസവും DII ബൈയിലായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി FII എല്ലാ ദിവസവും ഈ ആഴ്ച സെല്ലിങ്ങിലായിരുന്നു. ഈ ആഴ്ച DIയുടെ ഭാഗത്തു നിന്ന് ആകെ 32,786 കോടി രൂപ ബൈ ആണ് നടന്നത്. എന്നാൽ FII 21,831 കോടി രൂപ നെറ്റ് സെല്ലിംഗ് ആണ് FIയുടെ ഭാഗത്തു നിന്ന് ഈ ആഴ്ച ഉണ്ടായത്.
ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ മുതൽ ഫ്രൈഡേ ഇന്ന് വരെയുള്ള ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 2745 പോയിന്റ് ഇടിവുണ്ടായി 4.54% ഫോളോ നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 1722 പോയിന്റ് ഇടിഞ്ഞ് 2.91% ഫോളോ നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 430 പോയിന്റ് ഇടിവുണ്ടായി 2.54% ഫോളോ നടത്തി. സെൻസെക്സ് 2368 പോയിന്റിൻ്റെ കുറവുണ്ടായി 2.91% ഫോളോ ആണ് കാണാൻ സാധിച്ചത്. മറ്റുള്ള സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ മറ്റുള്ള ഇൻഡൈസസ്, നിഫ്റ്റി ഇൻഡൈസസ് ആണ് കാണിക്കുന്നത്. നിഫ്റ്റി ഫാർമ മാത്രമേ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തുള്ളൂ. ഈ ആഴ്ച മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 1082 പോയിന്റ് കുറഞ്ഞ് 3.84% ഫോളോ നടത്തി. നിഫ്റ്റി എനർജീസ് 725 പോയിന്റ് കുറഞ്ഞ് 1.96% ഫോളോ നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 1217 പോയിന്റ് ഇടിഞ്ഞ് 4.37% ഫോളോ നടത്തി. നിഫ്റ്റി FMCG 1171 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 2.29% ഫോളോ കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 79 പോയിന്റ്സ് കുറഞ്ഞ് 0.53% ഫോളോ നടത്തി. നിഫ്റ്റി ഇൻഫ്ര 295 പോയിന്റ്സ് കുറഞ്ഞ് 3.10% ഫോളോ നടത്തി. നിഫ്റ്റി IT 465 പോയിന്റ്സ് ഇടിഞ്ഞ് 1.52% ഫോളോ കണ്ടു. നിഫ്റ്റി മീഡിയ 61 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 4.35% ഫോളോ കണ്ടു. നിഫ്റ്റി മെറ്റൽ 240 പോയിന്റ്സ് കുറഞ്ഞ് 1.96% ഫോളോ കണ്ടു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 477 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 3.89% ഫോളോ കണ്ടു. നിഫ്റ്റി ഫാർമ 17 പോയിന്റ്സിൻ്റെ ഗെയിൻ ആണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്. 0.08% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 636 പോയിന്റ്സ് കുറഞ്ഞ് 6.48% വലിയൊരു ഫോളാണ് നിഫ്റ്റി PSU ബാങ്കിൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. നിഫ്റ്റി റിയാലിറ്റി 38 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 4.94% ഫോളോ കണ്ടു. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നമുക്ക് മൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു.